CRP ഫൈറ്റ് ക്ലബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര ട്രിപ്പിൽ ആദ്യ ദിവസം നമ്മൾ എല്ലോറ ഗുഹകൾ കവർ ചെയ്ത് അന്ന് തന്നെ ഞങ്ങൾ വൈകുന്നേരം ഒരു 3 മണിയപ്പോൾ അവിടെ നിന്ന് വിട്ടിട്ട് നമ്മൾ അജന്ത ഗുഹയിലേക്ക് പോയായിരുന്നു. പക്ഷേ അവിടെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അതിൻ്റെ എൻട്രി ടൈം കഴിഞ്ഞു പോയി. ഒരു 4:30 മണി വരെ അവിടെ നിന്ന് കയറ്റി വിടത്തുള്ളായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു ബസ് ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു, കാശ്മീരിൽ നിന്ന് കുറച്ച് ടീംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ ലാസ്റ്റ് ഒരു ബസ് നമുക്കെല്ലാം അവിടെ നിന്ന് ബസ്സിലാണ് നമ്മൾ പോകേണ്ടത് കുറച്ച് ദൂരം. അപ്പം അവർ നമുക്ക് അലോട്ട് ചെയ്തു. അപ്പം നമ്മൾ അവിടുന്ന് ബസ്സിൽ കയറി മുകളിൽ ചെന്ന്, പക്ഷേ നമുക്ക് ആദ്യത്തെ ഒരു 5 ഗുഹകൾ മാത്രം കാണാനേ കഴിഞ്ഞുള്ളൂ. കാരണം 5:30 അപ്പോൾ അവർ ഫുള്ള് അവർ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ 5 ഗുഹകൾ മാത്രം കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ ആ പ്ലാൻ ഉപേക്ഷിച്ച് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ ഔറംഗാബാദിൽ പോയി റൂം എടുത്തതിന് ശേഷവും നമ്മൾ ആ 5 ഗുഹകൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് ആ അജന്ത ഗുഹകളുടെ ആ ഒരു ഭംഗി ഭയങ്കരമായിട്ട് മനസ്സിലായി. അപ്പോൾ ഞങ്ങളത് എന്ത് വന്നാലും അവിടെ സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം പോയി ഇത് കണ്ടിട്ട് വരാനുള്ള പ്ലാനിങ്ങിലാണ് പിന്നെ അടുത്ത ദിവസം നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അവിടെ പോയി ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് തന്നെ ബസ്സിൽ കയറി നമ്മൾ അവിടെ മേളിൽ കൊണ്ടെത്തിച്ചു. അപ്പം ഇതാണ് നമ്മൾ ആ അജന്ത ഗുഹകൾ. നമ്മൾ എല്ലോറയും കാട്ടി അതിമനോഹരമാണ് അജന്ത ഗുഹകൾ കാണാൻ. ഈ അജന്ത ഗുഹയും എല്ലോറ ഗുഹയിലും ആദ്യം നിർമ്മിക്കപ്പെട്ടത് അജന്ത ഗുഹകളായിരുന്നു. അജന്ത ഗുഹകൾ നിർമ്മിച്ച് തീർന്നതിന് ശേഷമായിരുന്നു അവിടുന്ന് അവർ എല്ലോറയിലോട്ട് പോയി അവിടുത്തെ ആദ്യത്തെ കുറച്ച് ഗുഹകൾ നമ്മൾ പറഞ്ഞിരുന്നു. ആദ്യത്തെ കുറച്ച് ഗുഹകൾ ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പം ആ ഗുഹകൾ ഈ അജന്ത ഗുഹകൾ പണി കഴിപ്പിച്ചതിന് ശേഷമാണ് അവിടെ എല്ലോറയിൽ പോയിട്ട് ബാക്കി അവിടെയുള്ള ബുദ്ധ ഗുഹകൾ നിർമ്മിക്കപ്പെട്ടത്. ഇത് നൂറ്റാണ്ടുകളോളം കാട് കയറി ഈ ഒരു ഭാഗം, ഈ അജന്ത ഈ ഒരു ഗുഹ മുഴുവനായിട്ടും നമുക്ക് വെളിയിൽ നിന്നുള്ള ഒരാൾക്ക് കാണാൻ പറ്റത്തില്ല. കാട് മൂടിക്കിടന്നിരുന്നൊരു സ്ഥലമായിരുന്നു ഈ അജന്ത ഗുഹകൾ. ഈ അജന്ത ഗുഹകൾ നിർമ്മിക്കപ്പെട്ടത് BC 2-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. ഇത് ഡെക്കാൻ ഭൂപ്രദേശം ഭരിച്ചിരുന്ന ശതവാഹന്മാരുടെയും വാഗാടകന്മാരുടെയും 2 കാലഘട്ടത്തിലാണ് ഈ ഒരു ഗുഹാചിത്രങ്ങളെല്ലാം, ഈ ഒരു ഗുഹകൾ മുഴുവൻ നിർമ്മിക്കപ്പെട്ടത്. ഈ ഒരു ഗുഹകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം മലയുടെ ഹൈറ്റിൽ നിന്നും 100ഓളം അടി താഴ്ചയിലാണ് ഈ ഗുഹകൾ നിർമ്മിച്ചിട്ടുള്ളത്. ആ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഏകദേശം 100ഓളം അടി താഴ്ചയിലാണ് ഈ ഒരു ഗുഹകളെല്ലാം തുറന്ന് നിർമ്മിച്ചിട്ടുള്ളത്. ഈ അജന്തയിലുള്ള മുഴുവൻ ഗുഹകളും ബുദ്ധവിഹാര കേന്ദ്രങ്ങളാണ്. അപ്പോൾ ബുദ്ധ മതാചാരപ്രകാരം അവിടെ അവർ പ്രാർത്ഥനയും മറ്റും കാര്യങ്ങളുമായിട്ട് ബുദ്ധ ഭിക്ഷുക്കൾ താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ ഒരു അജന്ത ഗുഹകൾ. ഇവിടുത്തെ ചില ഗുഹകൾ ബുദ്ധ മതാചാരപ്രകാരം ഓരോ ക്ഷേത്രങ്ങളായിട്ടും, ചില ഗുഹകൾ ബുദ്ധ ഭിക്ഷുക്കൾക്ക് താമസിക്കുന്നതിനായിട്ടും പ്രാർത്ഥനയ്ക്കും അങ്ങനെ സെപ്പറേറ്റ് പല ഗുഹകളുണ്ട് ഇവിടെ. ഇവിടുത്തെ ഗുഹകളുടെ എല്ലാം ഒരു പ്രത്യേകത, എല്ലാ ഗുഹകളുടെ ഉള്ളിലും അതിമനോഹരമായ രീതിയിൽ പെയിൻറ്റിങ്സുകളുണ്ട്. അന്നത്തെ കാലത്ത് ആ ഒരു കളർ ചിത്രങ്ങൾ അതിമനോഹരമായിട്ടാണ് എൻ്റെ ഭിത്തിയിൽ പിന്നെ എൻ്റെ റൂഫിലൊക്കെ നല്ല അതിമനോഹരമായിട്ട് ഗുഹകളിലൊക്കെ നല്ല രീതിയിൽ അവർ ആ ചിത്രങ്ങളൊക്കെ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടിട്ടിറങ്ങിയത് അതൊരു ആരാധനാ കേന്ദ്രമാണ്, ബുദ്ധൻ്റെ ആരാധനാ കേന്ദ്രമാണ്. മൊത്തം 29 ഗുഹയാണ് ഈ അജന്തയിലുണ്ട് നമ്മൾ പറഞ്ഞിരുന്നത്. ആ 29 എണ്ണത്തിൽ ഏകദേശം 8 എണ്ണം അപൂർണ്ണമാണ്. 8 എണ്ണത്തിൻ്റെ പണി പൂർണ്ണമായിട്ടും തീർന്നിട്ടുള്ളതല്ല. 1983 ഈ അജന്ത ഗുഹകൾ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞാൽ ഞങ്ങളവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ ഈ ഒരു അജന്ത ഗുഹകളൊക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷം ഇതിന് മേളിൽ നിന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന അതിമനോഹരമായ കാഴ്ച കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെയുള്ളൊരു സിവിലിയൻ നമുക്ക് ഈ ഒരു ഗുഹകളെപ്പറ്റി ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഇതെങ്ങനെ കണ്ടെത്തിയതിനെപ്പറ്റി ഞങ്ങൾക്ക് വിവരിച്ചു തന്നിരുന്നു. ഈ കാണുന്ന ചെറിയ ചെറിയ മുറികൾ ഇത് അന്നത്തെ കാലത്ത് അവിടെ ജീവിച്ചിരുന്ന ബുദ്ധ സന്യാസിമാരുടെ മുറികളായിരുന്നു. ഇവിടെ തന്നെ ചില ഗുഹകൾ ഞാൻ പറഞ്ഞില്ല, ചില ഗുഹകൾ ബുദ്ധ സന്യാസിമാർ താമസിച്ചിരുന്ന ചില ഗുഹകൾ അവരുടെ പ്രാർത്ഥനാലയങ്ങളുമായിരുന്നു, ബുദ്ധ സന്യാസിമാരുടെ പ്രാർത്ഥനാലയമായിരുന്നു. ഈ ഒരു ഗുഹ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും അതിൻ്റെ പണി തീർന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ അപൂർണ്ണമായിട്ടുള്ളൊരു ഗുഹയാണ്. അത് കാണാൻ കഴിയും. തറയെല്ലാം ഫിനിഷ് ആയിട്ടില്ല, എല്ലാം പാതി വെച്ചിരിക്കുകയാണ്, എല്ലാം പാതി കൊത്തി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനകത്തോട്ട് ഞങ്ങൾ കയറിപ്പോയതാണ്. അപ്പോൾ ഇവിടെ പാതി കൊത്തി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ആ മല തുരന്നാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കാണുന്ന തൂണുകളും മറ്റും എല്ലാം മല തുരന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് ഇതിനകത്ത് ആദ്യം കയറിയ കുറേ ഗുഹകളിൽ മറ്റേ അതിൻ്റെ റൂഫ് സൈഡ് ഭിത്തികളെല്ലാം മനോഹരമായ രീതിയിൽ കലാശില്പങ്ങളൊക്കെ നമ്മൾ കളർ ചെയ്ത് മറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അജന്തയിലെ ഗുഹകളിൽ ഏറ്റവും പ്രശസ്തമായ ഗുഹകളിൽ ഒന്നാണ് ഈ ഒരു ഗുഹ. ഇവിടെ ആ ചുവരിലൊക്കെ കാണാം അതിമനോഹരമായ രീതിയിൽ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊരു ബുദ്ധ പ്രാർത്ഥനാലയമാണ്. ഇതുകൂടാതെ ബുദ്ധൻ്റെ ഏറ്റവും നീളം കൂടിയ ശയിക്കുന്ന ഒരു പ്രതിമ ഈ ഒരു സൈഡിൽ ഈ ഒരു ഭിത്തിയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വീഡിയോ അലൗഡ് അല്ല.
ഞങ്ങൾ എടുത്തിട്ടുണ്ടപ്പോൾ അവർ കൊണ്ടത് പറഞ്ഞത് വീഡിയോ എടുത്താൽ എന്തിനാണ് വീഡിയോ എടുക്കുക അലൗഡല്ലെന്ന് പറയും. ഈ അജന്ത ഗുഹകൾക്കുള്ളിലൊന്നും വീഡിയോ അലൗഡല്ല. അപ്പോൾ അതിൻ്റെ ഒരു ചില ഗുഹകളുടെ ഒന്നും ഉള്ളിൽ വശം നമ്മൾ എടുത്തില്ല. ഇത് ആ ഒരു ഗുഹകളുടെ കൂട്ടത്തിൽ അത്രയും അജന്തയിലുള്ള എല്ലാ ഗുഹകളുടെ കൂട്ടത്തിൽ ബാൽക്കണിയുള്ളൊരു ഗുഹയാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത്. ഒരു ബാൽക്കണി ഉള്ള ഒരേ ഒരു ഗുഹയുള്ളൂ ഈ ഒരു അജന്തയിൽ. നമ്മൾ ആ താഴെ നിന്ന് സ്റ്റെപ്പ് കയറി ഇവിടെ വേണ്ടി വന്നു. ഇതൊരു ബാൽക്കണിയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ ചുറ്റുവട്ടം മൊത്തം അതിമനോഹരമായ രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് നമ്മളൊരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ അജന്ത വളരെ മനോഹരമായി കാണാൻ കഴിയും. ആ ഒരു വ്യൂ പോയിന്റ് ഏറ്റവും ടോപ്പാണിത്. ഇതുകൂടാതെ രണ്ടാമത്തെ ഒരു വ്യൂ പോയിന്റ് കൂടിയുണ്ട്. അതിൻ്റെ തൊട്ട് താഴത്തെ ഒരു സെക്ഷനായിട്ട് എന്ന് വെച്ചാൽ ഏറ്റവും മേളിൽ നിന്നുള്ള വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത്. ഇതുകൂടാതെ കുറച്ച് നമ്മൾ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുമ്പോൾ അടുത്തൊരു പോർഷനുണ്ട്. ആ പോർഷൻ ആ കാണുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം കാണുന്ന ആ ഒരു പോർഷൻ്റെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഏറ്റവും മേളിൽ നിന്നുള്ള വ്യൂ പോയിൻ്റാണ് ഇത്. നമ്മളിപ്പം ഈ അജന്തയിൽ നിന്ന് തന്നെ നമുക്ക് കറങ്ങി വരുമ്പോൾ മേളിലോട്ട് കയറാൻ വഴി ഉണ്ടായിരുന്നു. ഈ ഒരു വ്യൂ പോയിന്റ് വരാൻ പ്രത്യേകം വഴിയുണ്ട്. മലയ്ക്ക് ഇടയ്ക്കൂടെ നടന്ന് മേളിൽ കയറാൻ വഴിയുണ്ട്. ഇത് ഇപ്പോൾ രണ്ടാമത്തെ വ്യൂ പോയിന്റ്. ഇതിൻ്റെ മേളിൽ നിന്നാണ് നമ്മൾ ആദ്യം വീഡിയോ എടുത്തത്. ഇതിപ്പോൾ സെക്കൻഡ് വ്യൂ പോയിന്റ്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ നാട്ടുകാരൻ, അവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഒരു പ്രായം ചെന്നൊരു വ്യക്തി അവിടെ വരുന്നുണ്ട്. അവർ ഈ വെള്ളം ഒലിച്ച് വരുന്നിടത്തേക്ക് പാറയിലേക്ക് ഒരു പ്രത്യേകതരം കല്ലുണ്ട്, ഒരു വൈരം കണക്കിരിക്കുന്ന ഒരു കല്ല്, അതൊക്കെ എടുക്കാനായിട്ട് വരുന്നവരാണ്. അപ്പോൾ അത് ഈ ഒരു വെള്ളച്ചാട്ടവും ഇതൊക്കെ അവർ കാണിച്ചതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയുണ്ടായി. എല്ലോറ ഗുഹകൾ അന്ന് മുതലേ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിലായിരുന്നു. പക്ഷേ കാട് മൂടപ്പെട്ട നിലയിലായിരുന്നു ഈ ഒരു അജന്ത ഗുഹകൾ. അപ്പോൾ 1819 ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ജോൺ സ്മിത്ത് ഒരു വേട്ടയാടാനായിട്ട് ഈ ഒരു കാട്ടിൽ വരികയും അപ്പോൾ പുള്ളിക്ക് മേളിലെ ആ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയപ്പോൾ താഴോട്ട് നോക്കിയപ്പോൾ പുള്ളി എന്തോ അതിൻ്റെ ഇടയ്ക്ക് ഈ കാടിൻ്റെ ഇടയ്ക്ക് എന്തോ പുള്ളിക്ക് ചെറിയ രീതിയിൽ ഈ ഒരു ഗുഹകൾ കാണാൻ കഴിയാൻ സാധിച്ചു. അതിനുശേഷം അത് ഉദ്യോഗസ്ഥരെ വെച്ച് ഇവിടെ എല്ലാം കാട് വൃത്തിയാക്കി തെളിച്ചതിന് ശേഷമാണ് ഈ ഗുഹകൾ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന രീതിയിൽ കഴിഞ്ഞത്. അതിനുശേഷം ഇന്ന് ഈ ഗുഹകൾ ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഈ ഒരു ഗുഹ കാണാൻ വരുന്നുണ്ട് ഇവിടെ. ഇത് അത്ര മനോഹരമാണ് ഈ ഒരു ഗുഹകൾ കാണാൻ. നമുക്ക് ഇവിടെ ഇങ്ങനെ ആർച്ചായിട്ടാണ് നിൽക്കുന്നത്. ലെഫ്റ്റ് നമ്മുടെ റൈറ്റിൽ ഇങ്ങനെ കറങ്ങി ഈ ഒരു മല നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ആ ഒരു മല അത്രയും താഴെ നിന്ന് തുരന്ന് വെച്ചിരിക്കുകയാണ്. അത്രത്തോളം അതിമനോഹരമായ കാഴ്ചയാണ് ഈ അജന്ത ഗുഹകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം, അന്നത്തെ കാലത്ത് ഒരുവിധ മെഷീനറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സമയത്താണ് ഇങ്ങനൊരു ഗുഹകൾ കൈകൾ കൊണ്ട് കൊത്തി നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ ആ മലയുടെ മുകൾ വശം നിങ്ങൾക്ക് കാണാൻ കഴിയും. മലയുടെ താഴ്വശത്തായിട്ടാണ് ഈ ഗുഹകൾ മൊത്തവും നിർമ്മിച്ചത്. ഇതിൻ്റെ ഉള്ളിലോട്ട് 100ഓളം അടി നീളത്തിലുള്ള ഗുഹകൾ വരെ ഉണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഒരു ഏരിയ അറിയപ്പെടുന്ന വെച്ചാൽ ഇവിടെ ഭൂകമ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം അങ്ങനെ ഒരു അത്രത്തോളം ഭൂപ്രകൃതിയുള്ളൊരു ഏരിയയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഏരിയയിലാണ് അന്നത്തെ കാലത്ത് ഈ ഒരു ഗുഹകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് പറയുന്നത്. ഈ ഒരു ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് ഈ ഒരു ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം എല്ലോറയും അജന്തയും തമ്മിലുള്ള ദൂരം എന്ന് വെച്ചാൽ ഏകദേശം 100 മുതൽ 105 കിലോമീറ്ററുടെ ദൂരമാണ് എല്ലോറയും അജന്തയും തമ്മിലുള്ളത്. യാത്ര ഇഷ്ടപ്പെടുന്നവരും നമ്മൾ പ്രകൃതി ആസ്വദിക്കുന്നവരും ഒക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു അജന്ത ഗുഹകൾ അല്ലെങ്കിൽ എല്ലോറ ഗുഹകളൊക്കെ. നമുക്ക് നമ്മളുടെ നാടിൻ്റെ പഴയ കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയും. ഇത് നമ്മൾ ആ വ്യൂ പോയിന്റിൽ നിന്നുള്ള ഒരു വെള്ളച്ചാട്ടമൊക്കെയാണ്. അപ്പം ഈ ഒരു വെള്ളം ഒഴുകി വരുന്നിടത്ത് പാറകളിൽ നിന്നും ചെറിയ ഇതൊക്കെ ഒരു സെപ്പറേറ്റ് കല്ലുകൾ ഇത് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ ആളുകൾ ഇവിടുത്തെ വരുന്ന വിദേശികൾക്കൊക്കെ വിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് നമുക്ക് ഇവിടുത്തെ കഥകളൊക്കെ പറഞ്ഞത്. ആ കല്ലിൻ്റെ ഫോട്ടോ നമുക്ക് ഇതിനകത്ത് കാണിക്കാം. അതായത് ഇത് രണ്ടായിട്ട് ഒടിച്ചതിന് ശേഷമുള്ള ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.